നല്ല ചൂടാണേ. ഞാൻ വിചാരിച്ചത്ര മോശമായില്ലെന്നാണ് തോന്നുന്നത്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വേറൊന്നുമല്ല കേട്ടോ, മീൻ പൊള്ളിച്ചതാണ്. എല്ലാവർക്കും അറിയാം, എല്ലാവരും കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് രണ്ട് വട്ടം ഞാൻ ഏതൊക്കെയോ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വായിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അത്ര വലിയ മീനൊന്നും മേടിക്കാറൊന്നുമില്ലല്ലോ. അപ്പോൾ കിട്ടി ഈ കുഞ്ഞയില വെച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടാന്ന്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉള്ള മസാലയൊക്കെ തേച്ച്, വേറൊന്നും ഇല്ല, ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി ഇത് നല്ലപോലെ 2 വശം നല്ലപോലെ വറുത്തെടുക്കുവാണേ. അപ്പോൾ ഞാൻ ആദ്യം ഒരു സൈഡ് വേവിച്ചിട്ട് വാങ്ങി വെച്ച് തണുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ മറുവശം വേവിക്കുന്നത്. അപ്പോഴത്തേനും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചീരയില കൂടി തോരൻ വെക്കുന്നുണ്ട്. അപ്പോഴത്തേനും ആ സമയം കൊണ്ട് ചീരയില തോരനാവുന്ന സമയം കൊണ്ട് നമ്മുടെ മീൻ നല്ല തണുത്ത് നമുക്കപ്പോൾ പൊളിഞ്ഞു പോകാതെ മറിച്ചിടാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ യൂട്യൂബും ഇൻസ്റ്റയൊക്കെ നോക്കിയ സമയത്തും എല്ലാവരും വലിയ മീനും കൊണ്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയ മീൻ മാത്രമാണോ ശരിയാവുള്ളൂ, നമുക്കറിയണമല്ലോ ഇതൊന്നും ശരിയാവുമെന്ന്. അപ്പോൾ എൻ്റെതായ രീതിക്ക് ഞാൻ വിചാരിച്ചൊന്ന് ചെയ്തു നോക്കാമെന്ന്. അപ്പോൾ മീനൊക്കെ നമ്മുടെ 2 വശം ഏകദേശം മൊരിഞ്ഞ് നല്ല വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ മസാല ഉണ്ടല്ലോ അത് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വേറൊന്നുമില്ല, ഒരു സവോള ഞാൻ ആകെ 5 മീനല്ലേ നമ്മളെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവോള ഞാൻ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾക്ക് ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി, പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ട് ഒന്ന് പച്ചമണം പോകാൻ പാകത്തിന് ഒന്ന് ജസ്റ്റ് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് തക്കാളിയുടെ പേസ്റ്റ് ചേർക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ തക്കാളി വീട്ടിലില്ലായിരുന്നു. ഇതെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ തക്കാളി അന്വേഷിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ മാങ്ങയാണ് ഇട്ടിരിക്കുന്നത്. അതെങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. എൻ്റെ പ്രതീക്ഷ ഇവിടം തൊട്ട് പോയി തുടങ്ങി കേട്ടോ. അപ്പോൾ അതെല്ലാം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മുടെ ഗ്രേവി നല്ല കുറുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ ലെയർ ഞാൻ ഗ്രേവി ഒഴിക്കാൻ മറന്നുപോയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് പിന്നെ മീനൊക്കെ മാറ്റി വെച്ചിട്ട് അടി ലെയറിൽ സെറ്റ് ചെയ്തു. അതിൻ്റെ മുകളിൽ മീൻ വെച്ച് പിന്നെ ഒന്നുകൂടെ ആ ഗ്രേവിയൊക്കെ ഇട്ടിട്ട് നല്ല വാഴയിലയിൽ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് പിന്നെ നമ്മുടെ പാത്രത്തിനകത്ത് കുറച്ച് എണ്ണ തടവിയിട്ട് ഇങ്ങനെ 2 വശം നല്ല മൊരിയിച്ചെടുക്കുകയാണ് ചെയ്തത്. തക്കാളി ഇല്ലാത്തതുകൊണ്ട് മാങ്ങ സെറ്റായി വന്നപ്പോഴത്തേനും ഗ്രേവി ചെറുതായിട്ട് കരിഞ്ഞു എന്നൊക്കെ എനിക്ക് സംശയം വന്നതുകൊണ്ട് ഞാൻ വറുത്ത 5 മീനിൽ നിന്ന് 2 എണ്ണം എനിക്ക് അല്ലാതെ കഴിക്കാൻ മാറ്റി വെച്ചായിരുന്നു കേട്ടോ. 3 എണ്ണം മാത്രമേ ഞാൻ ഇതിനകത്ത് വെച്ചുള്ളൂ. പക്ഷെ ഇതിനകത്ത് തുറന്നൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. ആ ഗ്രേവിയും സെറ്റായിരുന്നു, ആ മീനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ മാങ്ങ ഇട്ടതുണ്ടല്ലോ, മാങ്ങ കൂടി കഴിക്കുമ്പോൾ എനിക്കത്ര ടേസ്റ്റായിട്ട് തോന്നിയില്ല കേട്ടോ. അല്ലാതെ ഗ്രേവി, ആ മീനിൻ്റെ ഫ്ലഷ് ഉണ്ടല്ലോ, അതും ചോറോട് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാങ്ങയ്ക്ക് പകരം തക്കാളി ആയിരുന്നെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു, സൂപ്പർ ടേസ്റ്റായേനെ. പിന്നെ എനിക്ക് ആകെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ മുള്ളു കുത്തി കയറുമായിരുന്നു. നമുക്ക് വലിയ മീൻ എടുക്കുന്ന കണക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഫ്ലഷ് അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ലല്ലോ.